ശബരിമലയിലെ യുവതീ പ്രവേശന ഹർജികളിലെ 9-അംഗ ബെഞ്ചിന്റെ വാദം ഏപ്രിൽ 7-ന് ആരംഭിക്കും. മാർച്ച് 15-ന് മുമ്പ് ബന്ധപ്പെട്ട കക്ഷികൾ വാദം എഴുതി നൽകണം. ഏപ്രിൽ 22-ന് വാദം പൂർത്തിയാകും. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രധാനമായ തീരുമാനമാണ് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കേസിൽ ഏപ്രിൽ 7 മുതൽ വാദം കേൾക്കാൻ തീരുമാനിച്ച കോടതി ബന്ധപ്പെട്ട കക്ഷികൾ മാർച്ച് 15-ന് മുൻപ് നിലപാട് എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കേസുമായി ബന്ധപ്പെട്ട ഹർജിക്കാർക്ക് 3 ദിവസം വാദിക്കാം. പുനഃപരിശോധനയെ എതിർക്കുന്നവർക്ക് ഏപ്രിൽ 14 മുതൽ 17 വരെയും വാദിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അമിക്കസ് ക്യൂറിയുടെ വാദം ഏപ്രിൽ 21-നായിരിക്കും. ഏപ്രിൽ 22-ന് വാദം പൂർത്തിയാക്കും. അതേസമയം ഭരണഘടനാ ബെഞ്ചിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് നിശ്ചയിക്കും. ചീഫ് ജസ്റ്റിസ് ആയിരിക്കും 9-അംഗ ബെഞ്ചിന് നേതൃത്വം നൽകാൻ സാധ്യത. വിവിധ മതങ്ങളുടെ വിഷയം ഒന്നിച്ച് പരിഗണിക്കണമെന്ന അഭിഭാഷകരുടെ ആവശ്യത്തിന് പഴയ 9-അംഗ ബെഞ്ചിൽ ഇപ്പോൾ ബാക്കിയുള്ളത് താൻ മാത്രമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. പുനഃപരിശോധനയെ അനുകൂലിക്കുന്നു എന്ന് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയപ്പോൾ കൃത്യമായ നിലപാട് അറിയിക്കാൻ ഇതിനിടെ സംസ്ഥാന സർക്കാരിന് സാധിച്ചതുമില്ല. അതേസമയം തന്ത്രിയുടെ അഭിഭാഷകൻ കൃഷ്ണകുമാർ സിംഗിനെ ഹർജിക്കാരുടെ നോഡൽ അഭിഭാഷകനായി നിശ്ചയിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ കെ പരമേശ്വറിനോട് അമിക്കസ് ക്യൂറിയാവാൻ കോടതി നിർദ്ദേശിച്ചു. അഭിഭാഷകൻ ശിവം സിംഗ് അമിക്കസ് ക്യൂറിയെ സഹായിക്കും. 9-അംഗ ബെഞ്ചിന്റെ വിധിക്ക് അനുസൃതമായി 5-അംഗ ബെഞ്ച് വീണ്ടും ശബരിമല പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച് അന്തിമ വിധി പുറപ്പെടുവിക്കും. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.